പ്രേക്ഷകന് ഓർത്തിരിക്കാൻ പറ്റുന്ന നർമ്മങ്ങളുള്ള ഒരു ചിത്രമായിരിക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഫിലിം എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. യു ഗൈസ് കെയിം ഹിയർ ആൻഡ് നമ്മുടെ ഫിലിംക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഓണസ്റ്റ്ലി ഇതെൻ്റെ ഫസ്റ്റ് കോമഡി പടമാണ്. ഇതുവരെ ഞാൻ മലയാളത്തിൽ കോമഡി പടം അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ആൻഡ് ദിസ് ഈസ് എ വെരി, നിങ്ങൾ ഓൾറെഡി ട്രെയിലർ കണ്ടായിരുന്നു. ഒരുപാട് എങ്ങനെ പറയാം, സിറ്റുവേഷണൽ കോമഡിയാണ് ആൻഡ് സ്ലാപ്സ്റ്റിക് കോമഡി ഓൾസോ ഉണ്ട് ഇതിൽ. ആൻഡ് ഓഫ് കോഴ്സ് റാഫി സർ ഇരുന്നിട്ട് സ്ക്രിപ്റ്റാണ്. സോ ഡെഫിനറ്റ്ലി കോമഡി ഈസ് ദെയർ. ഇറ്റ്സ് എ വെരി നോസ്റ്റാൾജിക് കോമഡി അലോങ് വിത്ത് the new age comedy also. So ഒരു മിക്സ് ആണ്. എൻ്റെ എക്സ്പീരിയൻസ് നല്ലായിരുന്നു. ആഫ്റ്റർ ഓൾ എൻ്റെ ഫസ്റ്റ് പടമാണ് വിത്ത് ഷൈൻ ചേട്ട. ഷൈൻ ചേട്ട, ആസ് യു ഓൾ നോ, ഈസ് വെരി എൻ്റർടൈനിങ് ഇൻ റിയൽ ലൈഫ് ഓൾസോ. സോ ഇറ്റ് വാസ് എ ഫൺ റൈഡ്. പിന്നെ സ്ക്രിപ്റ്റ് ഇങ്ങനെ ആയിരുന്നു ദാറ്റ് ദ സ്റ്റോറി ഇറ്റ് സെൽഫ്, നമ്മുടെ ഷൂട്ടിൻ്റെ സമയത്ത് ഒരുപാട് ചിരി ഉണ്ടായിരുന്നു. സിറ്റുവേഷണൽ ഫണി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ എക്സ്പീരിയൻസ് വളരെ നല്ലായിരുന്നു. ഐ ഓൺലി ഹോപ്പ് ദാറ്റ് എല്ലാവർക്കും ഈ പടം ഇഷ്ടവും. ആൻഡ് ഇറ്റ്സ് എ നോ ബ്രെയിനർ ഫാമിലി എൻ്റർടൈനർ പടം. സോ എല്ലാ ഏജ് ഗ്രൂപ്പ്സ്ക്ക് എങ്ങനെ പറയാം, റിലേറ്റ് ആവും, മനസ്സിലാവും. സോ ഐ എം ക്രോസിംഗ് മൈ ഫിംഗേഴ്സ് ദാറ്റ് ഈവൻ യു ഗൈസ് വിൽ ലൈക്ക് ഇറ്റ്. യാ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോംബോ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സെറ്റിൽ ഇതുപോലെ തന്നെ അടിപൊളിയായിരുന്നു അവരൊക്കെ? അതെ, അടിപൊളിയായിരുന്നു. വളരെ മോശം എന്തെന്ന് എന്തായാലും പറയില്ലല്ലോ. പക്ഷെ നോ, ജെനുവൻലി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഷൈൻ ചേട്ടൻ ലൈക്ക് റബ്ബർ വന്നു പോലെ ഓടി നടക്കും. വിഷ്ണു ചേട്ടൻ പക്ഷെ അവരെല്ലാവരും ഭയങ്കര വോമായിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഇപ്പം നമ്മുടെ ഡിറക്ഷൻ ടീമാണെങ്കിലും പ്രൊഡക്ഷനിലാണെങ്കിലും എല്ലാവരും എക്സ്ട്രീംലി വോം ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് us. നമ്മളെല്ലാവരും 20-25 ദിവസം ഒരു വീട്ടിൽ ആണ് കൂടുതലും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ഈച്ച് അതർ. സോ ഭയങ്കര രസമായിരുന്നു എല്ലാവരും. വിശേഷത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു കുറച്ച് മുമ്പേ. അത് വിശേഷം നല്ല റിപ്പോർട്ടുകളാണ്, കാണുന്നവരെല്ലാം നല്ല റിപ്പോർട്ട്സ് ആണ് പറയുന്നത്. പക്ഷെ തിയേറ്ററിൽ ആളുകൾ കുറവാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ്, അല്ല ആളുകൾ ഇഷ്ടപ്പെടാത്തതാണ്, എന്തുകൊണ്ടാണ് അതിങ്ങനെ റീച്ച് ആവാത്തെന്ന് കരുതുന്നത്? വിശേഷം എന്ന് പറയുന്ന സിനിമ ആക്ച്വലി വലിയ താരനിരകളില്ല അതിന്. ഞാനും ആനന്ദ് മധുസൂദനാണ് അതിൻ്റെ ഫേസ്, സൂരജ് ടോമാൻ്റെ സംവിധായകൻ. നല്ല സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിന് ഇനിഷ്യേറ്റ് പുള്ളി ഇല്ലാത്തൊരു സിനിമയാണ്. ആ സിനിമ വേർഡ് ഓഫ് മൗത്തിലൂടെ മാത്രം വളരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മൂവിയുടെ ഗ്രോത്ത് സ്ലോ ആയിരിക്കും. വരുന്ന ഡേയ്സിലും വീക്കിലും അത് എന്തായാലും ഗ്രോത്ത് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പം ദ അമൗണ്ട് ഓഫ് മീഡിയ ഹിയർ, നമ്മുടെ വിശേഷത്തിന് ഒരു പക്ഷേ ഇതിന്റെ പകുതി ഉണ്ടാവുള്ളൂ. താൻ അറിയാലെ ഈ പറയുന്ന എല്ലാ പരിചിതരായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള വിസിബിലിറ്റി ഈസ് മച്ച് ഹയർ. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫറെന്റ് മൂവി. ആൻഡ് വേർഡ് ഓഫ് മൗത്തിലൂടെ മാത്രം വളരുന്ന ഒരു സിനിമയാണ്. റോൾസ് സൂട്ട് ആവുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു ആ സമയത്ത്, ജസ്റ്റ് സോ ദാറ്റ് ഐ ഗെറ്റ് ഡിഫറെൻറ്റ് റോൾസ്. ബിക്കോസ് ആസ് എൻ ആക്ടർ, ഈവൻ ചാന്ദി വിൽ അഗ്രി, നമുക്ക് എല്ലാ മൂവീസിലും നമുക്ക് കുറച്ച് വെറൈറ്റി വേണം ആസ് എൻ ആക്ടർ, സോ ദാറ്റ് ഈവൻ ദി ഓഡിയൻസസ് ക്യാൻ സീ ഈ ആക്ടർ അങ്ങനെ ഓൾസോ ഷീ കെൻ ഡു ദിസ് വേ, ഓൾസോ ഷീ കെൻ ഡു. ആ സമയത്ത് ഓണസ്റ്റ്ലി എനിക്ക് ഒരുപാട് ടോം ബോയ്ഷ് റോൾസ്, ടഫ് റോൾസ് വരായിരുന്നു. ആൻഡ് എൻ്റെ മനസ്സിൽ ഇതൊരു തോട്ട് ഉണ്ടായിരുന്നു ദാറ്റ് ഐ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. എക്സാക്ട്ലി നീന ചെയ്യുന്നില്ല, ബിക്കോസ് ഐ വോണ്ട് പീപ്പിൾ ടു സീ ഓൾസോ ദാറ്റ് ആസ് എൻ ആക്ടർ ഐ ക്യാൻ ഡു മച്ച് മോർ ദൻ ദാറ്റ്. ആക്ച്വലി എൻ്റെ ആഗ്രഹമുണ്ട്, ഓണസ്റ്റ്ലി പറഞ്ഞാൽ എനിക്കൊരു നാടൻ റോൾ ചെയ്യണം, ഒരുപാട് ആഗ്രഹമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ എനിക്ക് അത് കിട്ടിയിട്ടില്ല, പക്ഷേ ഹോപ്പ്ഫുള്ളി കിട്ടും. ഇപ്പോൾ എൻ്റെ മലയാളം ഓൾസോ ബെറ്റർ ആണ്. സ്റ്റാർട്ടിങ്ങിൽ ഇത്ര മലയാളം എനിക്ക് സംസാരിക്കും പോലും പറ്റില്ല. സോ ഹോപ്പ്ഫുള്ളി ഐ പ്രേ ആൻഡ് ഹോപ്പ് ഓൾവേസ് ദാറ്റ് എനിക്ക് ഡിഫറെൻറ്റ് റോൾസ് കിട്ടും. പക്ഷേ നോട്ട് സെലക്റ്റീവ്, ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്കിൽ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഓഡിയൻസസ് ആർ വെരി സ്മാർട്ട്. ഏതെങ്കിലും സ്ക്രിപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ദേ വിൽ നോട്ട് കൺസിഡർ യു ആസ് എ ഗുഡ് ആക്ടർ. സോ എൻ്റെ ഓണസ്റ്റ്ലി മൈ ഒപ്പീനിയനിൽ ഏത് ബെറ്ററാണ് അത് ഞാൻ ചൂസ് ചെയ്യും. പക്ഷേ അതിൻ്റെ ശേഷം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ ക്യാൻ ജസ്റ്റ് ഹോപ്പ് ആൻഡ് പ്രേ
that the audiences like it. My team does a good job, because at the end of it, a movie is not a one-man job. എല്ലാവരുടെ ഹാർഡ് വർക്ക് ആണ്, എല്ലാവരുടെ എഫേർട്ടാണ്. സോ എക്സാക്ട്ലി വിത്ത് താനാര ഇപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടറാണ്, അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു. ബട്ട് സി, ഇറ്റ്സ് ബെറ്റർ ടു ബി ലേറ്റ് ദെൻ നെവർ, യു നോ, ആൻഡ് ഇറ്റ്സ് ബെറ്റർ ടു ബി ഗുഡ് ദെൻ ബാഡ്. സോ അതുകൊണ്ട് ചിലപ്പം അങ്ങനെ ആയിരിക്കും. ബട്ട് I'm a very impulsive person, so I decide from my heart. So അതുകൊണ്ട് അങ്ങനെയാണ്. Thank you. സിനിമകളിൽ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഈവൻ സ്നേഹമാണെങ്കിൽ കൂടി കരിക്കിലൊക്കെ നന്നായിട്ട് കോമഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സ്പോട്ട് ഇംപ്രവൈസേഷൻ ഉണ്ടായിട്ടുണ്ട് നേരത്തെ പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഇപ്പൊ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി ഫിലിമിൽ കോമഡി ചെയ്യുന്നത്, ബോത്ത് ഓഫ് us. സോ ഈ സ്പോട്ടിൽ ഇംപ്രവൈസേഷൻ വരുന്ന ഒന്ന് ഹരിദാസ് സാർ ആണെങ്കിലും റാഫി സാർ ആണെങ്കിലും ഒക്കെ ഭയങ്കര റിസെപ്റ്റീവ് ആണ് ഓൺ നമ്മൾ സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്യുന്നത്. ഞാനൊക്കെ പ്രത്യേകിച്ച് കോമഡി ആയതുകൊണ്ട് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും എന്ന് പോലും വിചാരിക്കാതെയാണ് സിനിമയ്ക്ക് എത്തുന്നത്. പക്ഷെ പിന്നെ അവിടെ ഉണ്ടല്ലോ ഷൈൻ ടോം ചാക്കോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അജു വർഗീസ്. നമ്മൾ ലൈൻ പഠിച്ചു വന്നിരുന്നാൽ പോലും അവരവരുടെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് ഓരോന്ന് പറയും. അപ്പം നമുക്ക് വേറെ രക്ഷയില്ല. വിൽ എൻഡ് അപ്പ് ഹാവിങ് ടു ഇംപ്രവൈസ്. സോ അങ്ങനെ ഒരുപാട് പരിപാടികൾ സിനിമയിൽ നടന്നിട്ടുണ്ട്. അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ വിൽ ഓബ്വിയസ്ലി ബി ഏബിൾ ടു ടെൽ യു ഇതിൽ എന്താണ് അങ്ങനെ നടന്നിട്ടുള്ളതെന്ന്. ദീപ്തിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഹ്യൂമർ ആയിട്ടുള്ള ഇൻസിഡന്റ് ഷെയർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഓണസ്റ്റ്ലി ഒരുപാട് ഹ്യൂമറായിട്ട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഈ എല്ലാ മൂവി ഒരു രാത്രി എൻ്റെ സ്റ്റോറിയാണ്. ആൻഡ് എല്ലാവർക്കും അറിയാം ഷൈൻ ചേട്ടൻ റിയൽ ലൈഫിൽ ഓൾസോ ഒരുപാട് ഫണിയാണ്. വിഷ്ണു ചേട്ടൻ ഇസ് വെരി ഫണി. അഫ്കോഴ്സ് അവർ എല്ലാവരും സെറ്റിൻ്റെ ലൈക്ക് സീനിൻ്റെ മിഡിൽ ദേ വുഡ് മേക്ക് ഫൺ ഓഫ് മൈ മലയാളം, കാരണം എൻ്റെ മലയാളം ഒരുപാട് ഫണിയാണ് എനിക്കറിയാം. സോ പക്ഷേ ഷൈൻ ചേട്ടൻ വിൽ ഓൾവേസ് ട്രൈ ടു ടോക്ക് ടു മീ ഇൻ ഇംഗ്ലീഷ്, ആൻഡ് ഷൈൻ ചേട്ടൻസ് ഇംഗ്ലീഷ് ഇസ് ഓൾസോ വെരി ഫണി. സോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദ ഷൂട്ട് I think Shine Cheta and me have become buddies. Vishnu Cheta and me have also become very big buddies. Me and Chinu, Chandni has also become so friendly. So I think this movie funny aanu, pakshe it also developed interpersonal relationships. Karanam it's very like receptive, Chandni Parnu. So I think all of us have become very good friends. I mean, Vijay sir has also become a friend now, more than a producer. So I think adellam ningalku കാണാൻ പറ്റും. ആൻഡ് ഇത് സിറ്റുവേഷണൽ കോമഡി ആണ്, സ്ലാപ്സ്റ്റിക് ആണ്, പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ വെരി എങ്ങനെ പറയാം ബോഡി കോമഡി. ലൈക്ക് ഇഫ് യു നോട്ടീസ് ലൈക്ക് ഹൗ റാഫി സർ റൈറ്റ്സ് ഹിസ് സ്റ്റോറീസ്. സോ അത് നമ്മുടെ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അങ്ങനെ കുറേ ഇൻസിഡൻസസ് ആണ്. ബട്ട് ബേസിക്കലി ദേ വുഡ് ഓൾവേസ് മേക്ക് ഫൺ ഓഫ് മൈ മലയാളം.